നമുക്കിന്നേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കൊത്തു പൊറോട്ട തയ്യാറാക്കിയാലോ. അപ്പൊ നമുക്ക് ചിക്കൻ കൊത്തു പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ചെറിയ പൊറോട്ട നല്ലതുപോലെ മുരിഞ്ഞ പൊറോട്ടയാണ് അത് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കുനുകുനാന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബോൺലെസ് പീസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. അത് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുരുമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കാക്കി വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെക്കേണ്ടത് ഒരു സവോള, 4-5 അല്ലി വെളുത്തുള്ളി, അതുപോലെ 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കഷ്ണം തക്കാളി വേണം. എൻ്റെ കയ്യിൽ വലിയ തക്കാളി ആയതുകൊണ്ട് പകുതിയും വേണ്ട കേട്ടോ. ഇതിൻ്റെയും പകുതി മാത്രം എടുത്താൽ മതി. നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമല്ല ചെയ്യുന്നത്. അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. കട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവോളയും പച്ചമുളകും അതുപോലെ വേപ്പിലയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിനി വേണമെങ്കിൽ ഇഞ്ചി ചേർക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഗാർലിക് ഇങ്ങനെ അരിയുന്നത് ഒഴിവാക്കിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി. ഞാനിപ്പോൾ ഇതിലെന്തായാലും ഇഞ്ചി ചേർക്കുന്നില്ല. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഒഴികെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ചിക്കനിൽ കുരുമുളകൊക്കെ ഇട്ട് വേവിച്ചാണ്. അതുപോലെ പച്ചമുളകും 2 എണ്ണം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് കൈ വെച്ചൊന്ന് പിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വറ്റി വരട്ടെ. ഇതിലേക്ക് ഒരല്പം കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കനിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊറോട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലൊരു മുട്ട കൂടെ ഉടച്ചൊഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ചിക്കൻ തന്നെ ഒരു 2 പൊറോട്ടയ്ക്ക് ധാരാളം ഉണ്ട്. അതുകൊണ്ട് പിന്നെ മുട്ടയൊന്നും ചേർക്കുന്നില്ല. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഗ്രേവി നമ്മുടെ പൊറോട്ടയിൽ പിടിക്കണം. അതേസമയം ഒട്ടും വെള്ളം നനവില്ലാതെ നമുക്കിതൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമ്മുടെ പൊറോട്ടയിൽ കണ്ട ഒട്ടും ചിക്കൻ്റെ ഒന്നും വെള്ളമില്ല, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ചിക്കൻ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നല്ലതുപോലെ മല്ലിയില കൂടെ ഇട്ട് കൊടുത്ത് സെർവ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സവോള ചെറുതായി കട്ട് ചെയ്തതും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.